ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിത്തൂസ് ഈസി വേൾഡിലേക്ക് സ്വാഗതം. ഇതിന്റെ ഒരു പാകം എന്ന് വെച്ചാൽ സൈഡില് എണ്ണ വരുന്നുണ്ടോ. എനിക്ക് തേങ്ങാക്കൊത്ത് ആവശ്യമാണ്. അതിനു വേണ്ടി ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു ചിക്കൻ ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട് കഴുകി നന്നായി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് വേണ്ടി നമ്മൾക്ക് മല്ലിപ്പൊടി ചൂടാക്കി എടുക്കണം. മല്ലിപ്പൊടിയും കുറച്ചും മുളക് പൊടിയും ചൂടാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2.5 സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ പാടില്ല. ചൂടാക്കി എടുത്ത മല്ലിയും മുളക് പൊടിയും നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് ഒരു മീഡിയം സൈസ് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇത് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് തേങ്ങാക്കൊത്ത് ആവശ്യമാണ്. അതിനു വേണ്ടി ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഇത്രയും തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചിക്കൻ വരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലത് നമ്മൾക്ക് ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷെ എൻ്റെ അടുത്ത് ഉരുളി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാണ്. പാൻ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടുന്നത് ഈ നുറുക്കി വെച്ച കോക്കനട്ടിന്റെ പീസസ് ആണ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. തേങ്ങ ഏകദേശം ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ തേങ്ങാക്കൊത്തിൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സ് ചെയ്ത് വെച്ചില്ലേ ചിക്കൻ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചിക്കൻ മിക്സ് ചെയ്ത പാത്രമില്ലേ, ആ പാത്രത്തിലത്തെ വെള്ളം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, ഉണ്ടല്ലേ? നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കന് നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം ചെയ്യാം. നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ചിക്കന്. ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാതെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. വെള്ളം വറ്റി ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വരട്ടിയത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ സൈഡിൽ എണ്ണ വരുന്നുണ്ടോ, ഈ എണ്ണ കാണണം, അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വരട്ടിയത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈസിയായ ചിക്കൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.